കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇതേപോലെ ഒരു തീം ഒറ്റ ക്ലിക്കിൽ തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് മറ്റ് ഷോർട്ട് കട്ടുകളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്യുമ്പോൾ ഈ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്ത് അതേപോലെ തന്നെ ഈ ഐക്കൺ ഇമേജസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് തന്നെ ഹോം സ്ക്രീനിലേക്ക് അത് ആഡ് ആകുന്നതാണ്. ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. എന്നാൽ ആ ഒരു തീം കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇതേപോലെ ഒരു വിഡ്ജറ്റ് കൂടി സെറ്റ് ചെയ്താൽ മാത്രമേ ആകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിഡ്ജറ്റ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം വിഡ്ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. വിഡ്ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇനീഷ്യൽ സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റിന്റെ താഴെയായിട്ട് ഇവിടെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ട് QR കോഡ് ഫ്രം ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനമായി കൊടുക്കുന്ന QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്യുന്ന ആ ഒരു QR കോഡ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വിഡ്ജറ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ആകുന്നതായിരിക്കും. ഇതിനുശേഷം നിങ്ങൾ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വിഡ്ജറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇതിനുശേഷം നിങ്ങളുടെ ഹോം സ്ക്രീനിലേക്ക് സാധാരണ ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വിഡ്ജി എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് ലാർജ് സെക്ഷനിൽ രണ്ടാമത്തെ സ്ലോട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു വിഡ്ജറ്റ് നിങ്ങളുടെ ആഡ് ചെയ്തതായി കാണാൻ കഴിയും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.